ഒന്ന് കുന്നുകുഴിയിലേക്ക് പോവുക. തിരുവനന്തപുരത്ത് കുന്നുകുഴി, അവിടെ കള്ളവോട്ട് നടന്നു എന്നൊരു പരാതി വരുന്നു. ഇപ്പോൾ സലീം മാലിക് നമുക്ക് ചേരും. അതിന് മുമ്പ് നമുക്ക് ആ പരാതിയെക്കുറിച്ച് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്, അതാദ്യം കേൾക്കാം. വന്നപ്പം ഓൾറെഡി ആരോ എൻ്റെ ഇത് വോട്ടിട്ടിരിക്കണം. അപ്പം എന്താണെന്നുള്ള കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ വേറെ ഒരു ഓപ്ഷൻ വഴി കൂടെ വോട്ട് ചെയ്തിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് അല്ല, മെഷീനിൽ ചെയ്യുന്ന ഒരു സാറ്റിസ്ഫൈഡ് അല്ല. ഐഡൻറ്റി കാർഡ് കാണിച്ചിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം വന്ന ആൾ മിക്കവാറും എല്ലാവർക്കും ആധാർ, ഒറിജിനൽ എല്ലാം പാൻ കാർഡ്, ID കാർഡ് എന്തെങ്കിലുമല്ലേ കാണിക്കണം. പക്ഷേ ഇതൊന്നും അവർ വെരിഫൈ ചെയ്തിട്ടില്ല. അവിടെ ഇരുന്ന ആൾക്കാർ അത് വെരിഫൈ ചെയ്തിട്ടില്ലെന്നാണ് തോന്നണം. അത് അവരോട് ചോദിക്കണം. എല്ലാ പ്രാവശ്യവും ഇവിടെ തന്നെ വീട് ഇപ്പം തൊട്ടടുത്തുള്ള കുടുംബ റെസ്റ്റോറൻറ്റ്. വേറെ ഒന്നുമില്ല, പരാതിയൊന്നും. അത്രേ ഉള്ളൂ. വിജയ, നമുക്ക് സലീം മാലിക്കിനോടൊന്ന് ചോദിക്കാം കാര്യം എന്താണെന്ന്. സലീം മാലിക് നമുക്ക് ഒപ്പം ചേരുന്നു. സലീം മാലിക്, പറഞ്ഞിട്ട് പോയാൽ മതി. ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. പറയൂ. SK, ഞാനിപ്പോൾ നിൽക്കുന്ന കുന്നുകുഴി സ്കൂളിലാണ്. കുന്നുകുഴി UPS സ്കൂളിലാണ് ഇത്തരത്തിലൊരു കള്ളവോട്ട് ആരോപണം വന്നത്. രാജേഷ് R എന്ന ചെറുപ്പക്കാരൻ അല്പസമയം മുൻപാണ് അദ്ദേഹം ഇവിടേക്ക് വോട്ട് ചെയ്യാനായി എത്തിയത്. വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വോട്ട് മറ്റാരോ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇവിടെ നിന്നും ബൂത്ത് ഏജന്റുമാരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പരാതി, താൻ വോട്ട് ചെയ്തിട്ടില്ല എന്നൊരു പരാതി അറിയിച്ചു. അതിന് പിന്നാലെ തന്നെ ടെൻഡർ വോട്ടിനുള്ള സൗകര്യം, മറ്റ് രേഖകളൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം ടെൻഡർ വോട്ട് ചെയ്യാനായി അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ രാജേഷ് പറയുന്നത് ടെൻഡർ വോട്ട് ചെയ്തതിൽ തൃപ്തനല്ല, മെഷീനിൽ തന്നെ വോട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ആരാണ് എങ്ങനെ രേഖകൾ പരിശോധിക്കാതെ തന്നെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ നിലയിൽ അവിടെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി അവർ പരിശോധിച്ച് വരികയാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് പരാതികളിലേക്കൊന്നും കടക്കുന്നില്ല എന്നുള്ളതാണ് രാജേഷ് പറയുന്നത്. മാത്രമല്ല, കുന്നുകുഴി സ്കൂളിൽ മറ്റ് ചില ആക്ഷേപങ്ങൾ കൂടി നേരത്തെ ഉയർന്നിരുന്നു. ഈ നീണ്ട ക്യൂ ആയിരുന്നു അല്പസമയം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത്. വലിയ നിലയിൽ ഈ പോളിംഗ് മന്ദഗതിയിലാണ്, അത് വളരെ വൈകിയാണ് ഈ പോളിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞൊരു ആളുകളുടെ ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ബഹളത്തിനൊക്കെ ശേഷം കുറച്ചുകൂടി വേഗത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേഗത്തിൽ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുൻപ് ആ നിലയിലൊരു പരാതിയും ജനങ്ങളുടെ പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, നേരത്തെ ഇവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു, ഈ പോളിംഗ് മന്ദഗതിയിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വേഗത്തിൽ പോകുന്നുണ്ടോ? ഇപ്പോൾ കുഴപ്പമില്ല, പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളൂ? ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. അതെ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ആ പ്രതിഷേധത്തിന് ശേഷം ആളുകളൊക്കെ വേഗത്തിൽ വോട്ട് ചെയ്യുന്നു. മാത്രമല്ല, ഈ കള്ളവോട്ട് ആരോപണവും ഇതേ ബൂത്തിൽ നിന്നാണ്, പോളിംഗ് സ്റ്റേഷനിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു സലീം മാലിക്. ഇപ്പോൾ ISRO ചെയർമാൻ അദ്ദേഹം വോട്ട് ചെയ്യാൻ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. പ്രൊഫസർ ഡോക്ടർ സോമനാഥ് ക്യൂവിലുണ്ട്. ISRO ചെയർമാൻ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന തിരുവനന്തപുരത്താണ് അദ്ദേഹം. ഡോക്ടർ ശശികുമാറുണ്ട്. സോമനാഥ്.